കേരള സർവകലാശാലയിലെ ബാനർ വിവാദം തുറന്ന പോരിലേക്ക്. എസ്എഫ്ഐക്ക് പിന്തുണയുമായി സിൻഡിക്കേറ്റ് രംഗത്തെത്തി. ബാനർ അഴിക്കരുതെന്ന് രജിസ്ട്രാറോട് സിൻഡിക്കേറ്റ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ബാനർ നീക്കണമെന്ന് വിസി രജിസ്ട്രാർക്ക് ഉത്തരവ് നൽകിയിരുന്നു. അതേസമയം കേരള സർവകലാശാലയിലെ സെനറ്റ് നിയമന വിഷയത്തിൽ ഗവർണർക്കെതിരെ കോൺഗ്രസ് അധ്യാപക സംഘടനകളും സമരത്തിനൊരുങ്ങുകയാണ്. സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ സമരം നടത്തും. ഐശ്വര്യ അനിൽ ചേരുന്നു. ഐശ്വര്യ, ഒരു തുറന്ന പോരിലേക്ക് എത്തുന്നു. എസ്എഫ്ഐക്ക് സിൻഡിക്കേറ്റിന്റെ പിന്തുണയുണ്ട്. ഈ ബാനർ വിവാദം അതിന്റെ മറ്റൊരു തലത്തിലേക്ക് പോകുന്ന അതേ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ അധ്യാപക സംഘടന ഈ വിഷയത്തിൽ സെനറ്റ് നിയമന വിഷയത്തിൽ ഗവർണർക്കെതിരെ തിരിയുന്നതും. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, കേരള സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസാണ്. കേരള സർവകലാശാലയുടെ പാളയം ക്യാമ്പസാണ്. ഇവിടെ ഈ സർവകലാശാല ആസ്ഥാനത്തിന് തൊട്ടു മുന്നിലായി എസ്എഫ്ഐ സ്ഥാപിച്ച ഒരു ബാനറാണ് ഇപ്പോൾ മറ്റൊരു പോരിന് വഴി തുറക്കുന്നത്. കാരണം എസ്എഫ്ഐ പലയിടങ്ങളിലും പല സർവകലാശാലകളിലും പല കോളേജ് ക്യാമ്പസുകളിലും ഇത്തരത്തിലുള്ള ബാനറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേരള സർവകലാശാലയിലെ പാളയം ക്യാമ്പസിന് മുന്നിലായി ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, സർ സിപിഎം തോറ്റു മടങ്ങി, എന്നിട്ടാണോ ആരിഫ് ഖാൻ എന്ന് പറഞ്ഞ് കറുത്ത തുണിയിൽ ഒരു ബാനർ കേരള സർവകലാശാല ആസ്ഥാനത്ത് കെട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ സെനറ്റ് ഹൌസിന് കുറുകെ എന്ന് മാത്രമല്ല, സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കൂടിയാണ് ഈ ബാനർ എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ കേരള സർവകലാശാലയുടെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി വിസി മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് ഇത് നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെയും അത് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം ഇത് നീക്കം ചെയ്യരുത്, അല്ലെങ്കിൽ നീക്കം ചെയ്യാൻ വിസി നിർദ്ദേശം നൽകുമ്പോൾ അതിനെ എതിർത്ത് സിൻഡിക്കേറ്റ് കൂടി രംഗത്തെത്തുകയാണ്. സിൻഡിക്കേറ്റ് കൃത്യമായി ഇതിനെ എതിർക്കുന്നു. വിദ്യാർത്ഥികൾക്കൊപ്പമാണ് സിൻഡിക്കേറ്റ്, എസ്എഫ്ഐക്കൊപ്പമാണ്. ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്ന തീരുമാനങ്ങളിലേക്ക് വിസി കടക്കരുത്, ഒരു കാരണവശാലും ഈ ബാനർ നീക്കം ചെയ്യരുതെന്ന് രജിസ്ട്രാറെ അറിയിച്ചിരിക്കുകയാണ് സിൻഡിക്കേറ്റ്. അതായത് എസ്എഫ്ഐക്കൊപ്പമുള്ള അല്ലെങ്കിൽ എസ്എഫ്ഐക്ക് പിന്തുണ നൽകിക്കൊണ്ട് സിൻഡിക്കേറ്റ് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണല്ലോ. സ്വാഭാവികമായും ഇതിൽ ഗവർണർക്ക് അതൃപ്തി ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ബാനർ കെട്ടുന്നത് തന്നെ ഗവർണർക്ക് അതൃപ്തിയാണ്. പ്രത്യേകിച്ച് കേരള സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിന് മുന്നിൽ. ആ സാഹചര്യത്തിൽ തന്നെയാണ് വിസി ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് രജിസ്ട്രാർക്ക് ഇത് നീക്കം ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശം നൽകിയത്. പക്ഷെ ഇതുവരെയും അത് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വിഷയത്തിൽ ഈ എസ്എഫ്ഐ കടുത്ത നിലപാട് എടുത്തിട്ടുണ്ട്. കാരണം രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഭാഗത്തു നിന്നോ ഈ ബാനർ നീക്കം ചെയ്യാനുള്ള ഒരു നടപടി ഉണ്ടായാൽ ശക്തമായി എതിർക്കും. ഈ ബാനർ വീണ്ടും കെട്ടുമെന്നുള്ള മുന്നറിയിപ്പ് എസ്എഫ്ഐ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതിനൊരു പിന്തുണ നൽകിക്കൊണ്ട്, എസ്എഫ്ഐക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ട് സിൻഡിക്കേറ്റ് കൂടി രംഗത്തെത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാടുമായി എസ്എഫ്ഐയും സിൻഡിക്കേറ്റും രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിൽ ഗവർണറുടെ നീക്കമാണ് കണ്ടറിയേണ്ടത്. ധന്യ, ഇതിലേത് തരത്തിലൊരു നീക്കമായിരിക്കും? കാരണം വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. ബാനർ അഴിക്കില്ല എന്ന തീരുമാനത്തിലേക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിലേക്ക് അവിടെ കടക്കുന്നു. ഒരു തുറന്ന പോര് എന്നതിൽ നിന്ന് ഒരു പടി പോലും പിന്നോട്ടില്ലാതെ എസ്എഫ്ഐ നിൽക്കുമ്പോൾ ഇനി ഒരു പ്രതികരണം അത് ഗവർണറുടെ ഭാഗത്തു നിന്ന് എങ്ങനെ വരാനാണ് സാധ്യത? ഇത് സ്വാഭാവികമായും സർവകലാശാല വിസി ഇതിന് നിലപാട് കട്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. കാരണം ഇന്നലെ നിർദ്ദേശം നൽകിയിട്ടും ഇതുവരെയും ഈ ബാനർ നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നിലപാട് കട്ടിക്കാനുള്ള സാധ്യത മുന്നിൽ കാണേണ്ടതുണ്ട്. ഒപ്പം ഗവർണർക്കും ഇതിൽ കടുത്ത അതൃപ്തി അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായും കാലിക്കറ്റ് സർവകലാശാലയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ ബാനർ കെട്ടിയപ്പോൾ ആ ബാനർ കെട്ടിയത് പോലീസാണ്, അതിന് പിന്നിൽ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞ ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള സർവകലാശാലയിൽ തിരുവനന്തപുരത്ത് അതിന്റെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ പ്രധാന കവാടത്തിന് മുന്നിൽ ഇത്തരത്തിലുള്ള ബാനർ ഉയരുമ്പോൾ ഗവർണർക്ക് അതൃപ്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഗവർണറുടെയും രാജ്ഭവന്റെയും നീക്കങ്ങൾ വളരെ നിർണായകമാകും. അങ്ങനെയാണെങ്കിൽ ഇനി മറ്റ് കോളേജുകളിൽ കൂടി ഇത്തരത്തിലുള്ള ബാനറുകൾ നീക്കം ചെയ്യാനുള്ള കർശന നിർദ്ദേശം നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗവർണറുടെ ഭാഗത്തുനിന്നോ രാജ്ഭവന്റെ ഭാഗത്തുനിന്നോ നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ വരും മണിക്കൂറുകളിൽ അത് ഉണ്ടാകുമെന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച്
കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ ഇത്തരത്തിൽ ഒരു ബാനർ ഉയർന്ന സാഹചര്യം. മറ്റൊന്ന്, കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഗവർണറെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് ഈ കഴിഞ്ഞ നാളുകളിൽ എടുത്തത്. എല്ലാ കാലത്തും ഗവർണർക്കെതിരെ SFI പ്രതിഷേധിച്ചപ്പോൾ സ്വാഭാവികമായും ആദ്യം പിന്തുണച്ച് രംഗത്തെത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. അതിന് പിന്നാലെ KPC അധ്യക്ഷൻ കെ സുധാകരനും എത്തിയിരുന്നു. ഇപ്പോൾ ഇവിടെ കേരള സർവകലാശാല ആസ്ഥാനത്തിന് തൊട്ടു മുന്നിലായി കോൺഗ്രസ് അനുകൂല സംഘടനകൾ ഒരു സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സെനറ്റിലേക്കും അക്കാദമിക് സമിതികളിലേക്കുമുള്ള മാർക്സിസ്റ്റ് BJP രാഷ്ട്രീയ നിയമനങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്ന. അല്പസമയത്തിനകം മാത്യു കുഴൽനാടൻ MLA ഈ സമരം ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി, അതായത് പ്രത്യേകിച്ച് ഗവർണറെ ഈ വിഷയത്തിൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള സെനറ്റിലേക്കുള്ള നിയമനങ്ങളടക്കം ചോദ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് അനുകൂല സംഘടനകളായ KPCTA, GCTO, കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ തുടങ്ങി ഉള്ള സംഘടനകൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരത്തിലേക്ക് കടക്കുന്നു. എന്തായാലും ഇത്തരത്തിൽ ഉള്ള പ്രതിഷേധ സമരങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് SFIയും ഗവർണറും തമ്മിലുള്ള പോര് തുടരുന്നു. അങ്ങനെ തന്നെയാണ് കേരള സർവകലാശാലയിലേക്ക് കൂടി, അല്ലെങ്കിൽ കേരള സർവകലാശാലയിലെ ബാനർ വിവാദവും ഒപ്പം ഈ സെനറ്റിലെ നിയമനങ്ങളും ഈ പോരിനെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ ഈ അധ്യാപക സംഘടന, കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടന ഇതിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നേരത്തെ ഐശ്വര്യ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിച്ച, ഇല്ലെങ്കിൽ അവർ കുറെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവർണറെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള നിലപാടിൽ മാറ്റം വരുത്തേണ്ട സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ അടുക്കില്ലേ? ധന്യ, ഇവിടെ പ്രസക്തമായി വരുന്ന ചോദ്യവും അതാണ്, എന്താണ് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ നാളുകളിൽ ഒരുപക്ഷെ ഗവർണറെ അനുകൂലിച്ചത് ഈ SFI നടത്തിയ പ്രതിഷേധങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. SFIയുടെ പ്രതിഷേധങ്ങൾ ഈ രീതിയിൽ വളരെ മോശമായാണ് ഗവർണറെ, അല്ലെങ്കിൽ ഗവർണർക്ക് നൽകേണ്ട സുരക്ഷകളെല്ലാം ലംഘിച്ചുകൊണ്ടാണ് SFI പ്രതിഷേധം നടത്തിയത്. അതിലാണ് ഗവർണർക്ക് പിന്തുണ നൽകിയെന്ന് അടക്കമുള്ള വിശദീകരണം ഒരുപക്ഷെ കോൺഗ്രസ് നൽകിയേക്കാം. പക്ഷേ ഈ ഗവർണർക്ക് നേരെ SFI പ്രതിഷേധമുണ്ടായപ്പോൾ ഒരുപക്ഷെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തുന്നതിന് മുമ്പ് രംഗത്തെത്തിയതും അതിനോട് അല്ലെങ്കിൽ അതിൽ പ്രതികരിച്ചതും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ KPC അധ്യക്ഷൻ കെ സുധാകരനും രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ നിലപാട് ചോദിച്ചപ്പോഴൊക്കെ നിലപാടാണ് കോൺഗ്രസ്. തുടരാമോ? ഇപ്പോൾ KC സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യർ ചേരുന്നുണ്ട്. ശ്രീ അലോഷി, ഇവിടെ ഗവർണറുടെ നിലപാടിൽ KCUവിന്റെ നിലപാട് എന്താണ്? കോൾ കട്ടായി, അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം. ഐശ്വര്യ, തുടർന്നോളൂ. അതുതന്നെയാണ് ധന്യ. KPCTA, GCTO, കേരള യൂണിവേഴ്സിറ്റി സ്റ്റാഫ് യൂണിയൻ അടക്കമുള്ള കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനകളും ഒപ്പം യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫുകളുടെ സംഘടനകളുമാണ് ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു പ്രതിഷേധം ഇപ്പോൾ ഇവിടെ ഉയർന്നു. ഇതിനെ ഇനി എങ്ങനെ കോൺഗ്രസ് ഏറ്റെടുക്കും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതിനെ എങ്ങനെ വിശദീകരിക്കുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും രജിസ്ട്രാർ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ബാനർ നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് രജിസ്ട്രാർ കടക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അങ്ങനെ രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നീക്കം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ PC എന്ത് നിലപാടെടുക്കും, രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് എന്ത് നീക്കം ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നിർണായകമാകും. ശരി, നന്ദി ഐശ്വര്യ.